ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണം എന്നോട് വാങ്ങുക, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഒന്ന്, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ ആത്മാവിൻ്റെ ഒറിജിനാലിറ്റി മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ഈ ആത്മാവിൻ്റെ ശുഭ്രവസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജിക്കപ്പെടുക എന്നറിയാമോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, നമ്മളിങ്ങനെ പല ശുശ്രൂഷകളും ചെയ്യും, നമ്മളിങ്ങനെ മുന്നേറി സാത്താൻ നോക്കും, ഈ വ്യക്തിയിൽ ഒരുപാട് കുറവുണ്ട്, ആ കുറവുകളൊന്നും തിരുത്തുന്നില്ല. പരിശുദ്ധാത്മാവെ നിറയണേ, ശക്തി നിറയണേ, കൃപ നിറയണേ, അഭിഷേകം നിറയണേ, ഇതാ ശക്തി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രാർത്ഥനയാണ്. ഈ വ്യക്തിക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന യാതൊരു പ്രവർത്തനവുമില്ല. അങ്ങനെ ഈ വ്യക്തി 8 നില 9 നില 10 നില 12 നിലയുള്ള ബിൽഡിംഗ് ഒക്കെ പണിതുപോലെ ആത്മീയതയിൽ അങ്ങ് വളർന്ന് നല്ല വളർച്ചയിൽ പ്രാപിച്ചു. ഈ വ്യക്തി കർത്താവിനോട് എന്നും ചോദിക്കുന്നത് എന്താണ്? വരങ്ങൾ തരണമേ, ദർശനവരം തരണമേ, ഭാഷാവരം തരണമേ, അനുഗ്രഹങ്ങൾ തരണമേ, ഇതാ വിടുതൽ നൽകണമേ, ശക്തമായ വിടുതൽ നൽകണമേ, ശക്തമായ കൃപകൾ നൽകണമേ. ഇതാണ് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത്. ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ആ വിവാഹ വസ്ത്രം, ശുഭ്രവസ്ത്രം, വിശുദ്ധരുടെ സൽപ്രവർത്തികളാകുന്ന ശുഭ്രവസ്ത്രം, അതായത് വിശുദ്ധി ഇല്ല ഈ വ്യക്തിയിൽ. ശോഭയേറിയതും നിർമ്മലവുമായ വസ്ത്രം, മൃദുല വസ്ത്രം ധരിക്കാൻ അവൾക്ക് അനുഗ്രഹം നൽകപ്പെട്ടു. ആ നിർമ്മല വസ്ത്രമായിരിക്കണം. കുറേ പുഴുക്കളും കൃമികളും കീടങ്ങളും ഉള്ള വസ്ത്രമല്ല മണവാട്ടി ധരിക്കുന്നത്. ഇതിനി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നറിയാമോ? നമ്മൾ ഈ ആത്മീയതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയണേ, കൃപകൾ നിറയണേ, അനുഗ്രഹം നിറയണേ, എൻ്റെ ഇന്ന പ്രശ്നമുണ്ട് അത് മാറണം, എൻ്റെ ഇന്ന കാര്യം അത് ശരിയാകണം, ഇന്ന അനുഗ്രഹം എൻ്റെ കുടുംബം വേണം, ഞങ്ങൾ ദർശനവരം വേണം, ഭാഷാവരം വേണം, ശക്തി നിറയണം, കൃപ നിറയണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിക്കണം. ഈ വ്യക്തിയിൽ എന്തില്ല? ഈ വ്യക്തിയിൽ ചെറുപ്പം മുതലുള്ള അനേകം കുറവുകളുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് ഇതൊന്നും മാറ്റണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. സാത്താൻ അവിടെ മിണ്ടാതിരിക്കും. നിങ്ങൾ നോക്കണം, ഹോസിയ 5:4, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പ്രവൃത്തികൾ അനുവദിക്കുന്നില്ല, വ്യഭിചാര ദുർബോധം വസിക്കുന്നു. ഒരു ഭൂതമുണ്ട്, എല്ലാ തിന്മകൾക്കും ഒരു അശുദ്ധാത്മ പീഡയുണ്ട്. ഏതു തിന്മയാണെങ്കിലും, വലിയ തിന്മകളാണെങ്കിലും ചെറിയ തിന്മകളാണെങ്കിലും അതനുസരിച്ചുള്ള ഒരു നെഗറ്റീവ് എനർജി എന്നോ അശുദ്ധാത്മ പീഡ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധാത്മാക്കളുണ്ട്. ഇതൊന്നും നമ്മൾ വിശുദ്ധീകരിക്കാതെ നമ്മൾ വീണ്ടും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മുന്നിൽ വിശുദ്ധമായാൽ എല്ലാം ലഭിക്കും. ആദ്യ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് കിട്ടും. ഇതൊന്നും നമ്മളുടെ ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുഗ്രഹം തരണം, കൃപ നൽകണം, വിടുതൽ നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിലുള്ള ഈ അശുദ്ധാത്മ പീഡകളൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ, മിണ്ടാതിരിക്കുകയാണ്. ഈ പിശാചിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾക്ക് തക്ക സമയത്തിട്ട് കൊട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലാണ് സാത്താൻ കരം വയ്ക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല, നമ്മൾ നല്ലപോലെ ഉറപ്പാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെയും വളർന്ന് കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലായി അല്ലെങ്കിൽ +2 ആയി ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളിലുള്ള ഈ തിന്മകളെല്ലാം നമുക്ക് ബ്ലോക്കായിട്ട് നിൽക്കും. അതുവരെയും ഒരു പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ നോക്കണം, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ തിന്മയുണ്ടോ അത് പുറത്തേക്ക് വന്നാൽ ഉടനെ നമ്മൾ അശുദ്ധരാകും. ആണ് മാർക്കോസ് 7:21, നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മയാണ് പുറത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മയാണ് നിങ്ങളെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന് എപ്പോൾ ഒരു തിന്മ പുറത്തേക്ക് വന്നോ അപ്പോൾ നമ്മൾ അശുദ്ധനാകും. ഉള്ളിൽ നിന്ന് വരുന്ന തിന്മകളാണ് നമ്മൾ അശുദ്ധനാക്കുന്നത്. നമ്മൾ എന്നിട്ട് പറയും, ഞാൻ ആ വ്യക്തിയെ സഹായിച്ചതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം, ഈ വ്യക്തിയെ സഹായിച്ചതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം, പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം, പിന്നെ ഞാൻ ആ കാര്യം ചെയ്തതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം, ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും.
ശരിക്കും എന്താണ് ഈശോ പറയുന്നത്? മാർക്കോസ് 7:21, നിൻ്റെ ഉള്ളിൽ നിന്നാണ് തിന്മ വരുന്നത്, അതാണ് നിന്നെ അശുദ്ധനാക്കുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലാക്കുന്നത്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ആത്മീയതയിൽ വിശുദ്ധീകരിക്കപ്പെടാനൊന്നും ആഗ്രഹിക്കാതെ നമ്മളിങ്ങനെ മുന്നേറി പോകുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ നല്ല ഉയരങ്ങളിൽ എത്തിയെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിൽ കുറേ തിന്മകളുണ്ട്. വലിയ കലഹം, കോപം, ഭിന്നത, അസൂയ. ഇത് മാർക്കോസ് 7:21 കാണാം. അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, കോപം, കലഹം, ഭിന്നത, അസൂയ, സ്വാർത്ഥത, വഞ്ചന, വ്യഭിചാരം, ആഭിചാരം, ശത്രുത, കലഹം. ഇങ്ങനെയുള്ളതൊക്കെയും നമ്മുടെ ഉള്ളിലുണ്ട്. അതൊന്നും നമ്മൾ എടുത്തു മാറ്റാതെ നമ്മൾ വളരണം, അഭിഷേകം വേണം, ശക്തി വേണം, കൃപ വേണം, വിടുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വ്യക്തി വളർന്ന് വലിയൊരു പൊസിഷനിലെത്തിയെന്ന് വിചാരിക്കുക. ഈ പാപമെല്ലാം ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ലഭിക്കുന്ന അനുതാപത്തിലൂടെയാണ് വിട്ടുപോവുക. എന്നാൽ ഈ വ്യക്തിക്ക് ആ അനുതാപം ലഭിച്ചിട്ടില്ല. അനുതപിക്കാൻ വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കാറില്ല. ഇന്ന് കർത്താവ് നമ്മളോട് രക്ഷിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. എങ്ങനെ ഈ വസ്ത്രം, നല്ല വിശുദ്ധമായ വസ്ത്രം ലഭിക്കുന്നത്? അനുതാപത്തിലൂടെയാണ്. അതാണ് സ്നാപയോഹനൻ വരുമ്പോൾ സ്നാപയോഹനൻ പറയുന്നുണ്ട് അനുദപിക്കുക. ഈശോയുടെ ആദ്യത്തെ വചനം എന്താണ്? അനുദപിക്കുക. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട് അനുദപിക്കുക. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവത്തിനെതിരെയാണ് ഇത്രയും വലിയൊരു തിന്മ ചെയ്തതെന്ന് ഓർത്ത് വലിയൊരു വേദന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ അതാണ് അനുതാപം. അതാണ് ഈശോ സമരിയക്കാരോട് പറയുന്നത്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് പിന്നെ ദാഹിക്കില്ല. അത് കണ്ണുനീരിൻ്റെ, എൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള കണ്ണുനീരിൻ്റെ അനുതാപമാണ്. സാത്താൻ നോക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും. വലിയ വചനപ്രഘോഷണമാണ് കേട്ടോ, വലിയ ശക്തിയുള്ള ആളാണെന്ന് വിചാരിക്കുക. അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കും, അവൻ അതിലങ്ങ് വീഴും. ഇവൻ വേണ്ട, നമ്മളിൽ ഒരു കോപം ഉണ്ടെന്ന് വിചാരിക്കുക. കോപം, കർത്താവ് എന്താ പറഞ്ഞേ? സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. മത്തായി സുവിശേഷം 5:22. ഈ വ്യക്തിക്ക് ഈ കോപത്തെക്കുറിച്ച് ഒരു അനുതാപവും ഇല്ല. ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പ്രാർത്ഥന, കൃപ വരട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ വ്യക്തി ഇങ്ങനെ വളർന്ന് വലിയ ശുശ്രൂഷ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സാഹചര്യം അങ്ങ് പിശാചം ഉണ്ടാക്കും. എന്ത് സാഹചര്യം? കോപിക്കാനുള്ളൊരു സാഹചര്യം. ആ വ്യക്തി ആ സ്റ്റേജിൽ നിന്നങ്ങ് ആ വ്യക്തിക്ക് വായ തോന്നിയത് മുഴുവൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ തെറിയും അങ്ങനത്തെ ബാഡ് വേർഡ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പുറത്തേക്ക് വന്നു. ആ വ്യക്തിയുടെ ശുശ്രൂഷ പിന്നെ കഴിഞ്ഞില്ലേ? എല്ലാ മീഡിയയിലും ഈ വ്യക്തി പറഞ്ഞ തെറി, ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ, കോപം, ഇതൊക്കെ കൂടി ഈ വ്യക്തിക്ക് പറഞ്ഞ തെറിയും കോപവും എല്ലാം എല്ലാ മീഡിയകളിലും അയാളുടെ അണഞ്ഞുപോയി. തീകെട്ട് അണഞ്ഞു പോകുന്ന പോലെ അങ്ങ് അണഞ്ഞു പോകും. അതാണ് മത്തായി സുവിശേഷം 12:42 നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അശുദ്ധാത്മാവ് ഒരുവിനെ വിട്ടു പോയി കഴിയുമ്പോൾ അത് അന്വേഷിച്ച് നടക്കും. അത് വരണ്ട സ്ഥലങ്ങളിലൂടെ അന്വേഷിച്ച് നടക്കും. അത് ആശ്വാസം തേടി നടക്കും. ഇത് മുഴുവൻ അശുദ്ധാത്മാക്കളാണ്. ഈ ശത്രുതയും കോപവും കലഹവും ഭിന്നത എല്ലാം തിന്മകളാണ്, അശുദ്ധാത്മാക്കളാണ്. ഇത് നമ്മളെ വിട്ട് പോകുന്നത് ആത്മാർത്ഥമായ അനുതാപത്തിലൂടെയാണ്. അതാണ് നീ എന്നോട് ശുഭ്രവസ്ത്രം വാങ്ങുക എന്ന് ഈശോ പറയുന്നത്. അല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തിന്മ പുറത്തേക്ക് വന്ന് നമ്മൾ ലജ്ജിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? അതാണ് അശുദ്ധാത്മാവ് ഒരുവിനെ വിട്ടു പോയി കഴിയുമ്പോൾ അത് ആശ്വാസം തേടി നടക്കും. അത് പറ്റാതെ ആകുമ്പോൾ അതെന്ത് ചെയ്യും? തന്നെക്കാൾ ദുഷ്ടരായ 7 പേരെ കൂട്ടി വീണ്ടും ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരും. ആ വചനത്തിൻ്റെ അവസാനം എങ്ങനെയാണ്? ദുഷിച്ച തലമുറയ്ക്ക് ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഷിപ്പുണ്ടെങ്കിൽ, കോപമുണ്ടെങ്കിൽ, കലഹമുണ്ടെങ്കിൽ, ബാഡ് വേർഡ്സ് വിളിക്കുന്നത്, ബാക്ക് ആൻസർ പറയുന്നത്, വിധിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ഇനി ദൈവകൽപ്പനാ ലംഘനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? അതിന് പറ്റിയ സാഹചര്യം അങ്ങ് സാത്താൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വീഴിക്കും. അതോടെ അവൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾ നോക്കിയ ഹവ്വയ്ക്ക് എന്താണ്? അനുസരണക്കേടാണ്. ഹവ്വയ്ക്ക് അനുസരണമില്ല എന്ന് ആർക്ക് മനസ്സിലായി? പിശാചിന് മനസ്സിലായി. പിശാച് ഹവ്വയോട് പറയും, ദൈവം പറഞ്ഞൊന്നും പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുവോ അത് ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് സാത്താൻ്റെ പരിപാടി. നിങ്ങൾ നോക്കണം, ഈ ബൈബിളിൽ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ
അത് നിങ്ങൾ ചെയ്താൽ ഉടനെ നിങ്ങളുടെ ജീവിതം അശുദ്ധമാകും. അതാണ് മാർക്കോസ് 7:21. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തിന്മ വരുന്നത്, അത് നിങ്ങളെ അശുദ്ധനാക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ബന്ധനത്തിലാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകരാൻ കാരണം അതാണെന്ന് അർത്ഥം. അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോ ഒന്നുമല്ല. ആരാണ് ഇന്ന് വരെ ആർക്കെങ്കിലും പറയാൻ പറ്റും ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നശിച്ചതെന്ന്? അല്ല. ഒരു വ്യക്തിയെ സഹായിച്ചിട്ടാണ് ഞാൻ നശിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അല്ല. നിങ്ങൾ എങ്ങനെയാണ് നശിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിന്മ പുറത്തേക്ക് വന്നു, അത് നിങ്ങൾ ചെയ്തു. ആ തിന്മയാണ് നിങ്ങൾ അശുദ്ധനാക്കിയത്. അതാണ് ഈ അശുദ്ധാത്മാവ് തിരിച്ചു വരും. നമ്മൾ വിചാരിക്കുക അയ്യോ ആ തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, ഞാനത് പെട്ടുപോയി. അതാണ് ഈശോ പറഞ്ഞത്, നീ എന്നോട് ശുഭ്രവസ്ത്രം വാങ്ങുക. നിന്റെ വസ്ത്രത്തിലുള്ള അശുദ്ധി മുഴുവനും കഴുകിക്കളഞ്ഞ് പുതിയ വസ്ത്രം നീ എന്നോട് ഓരോ ദിവസം വാങ്ങണം. അത് അനുതാപത്തിലൂടെയാണ്. അങ്ങനെ വാങ്ങി നീ വിശുദ്ധ വസ്ത്രം അണിഞ്ഞിട്ട് വേണം വിവാഹ വിരുന്നിന് വരാൻ. ഇല്ലെങ്കിൽ നിന്നെ എടുത്തിട്ട് പുറത്തേക്ക് എറിയും. പുറത്തേക്ക് എറിഞ്ഞാൽ അവിടെ കരച്ചിലും പല്ലുകടിയാണെന്ന് ഈശോ പറയുന്നു. അതായത് തിന്മയിലേക്ക് നമ്മൾ വീണാൽ, നമ്മൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, ഇപ്പം നമ്മൾ പറയും വലിയൊരു കൺവെൻഷൻ നടത്തുന്ന ഒരു ആത്മീയ വ്യക്തി, എത്ര വലിയ വ്യക്തിയാണെങ്കിലും തിന്മയിൽ വീണാൽ പിശാച് നമ്മളെ കീഴടക്കും. എന്നിട്ട് നമ്മൾ പറയും ആ വ്യക്തിയെ സഹായിച്ചതാണ്, ഈ വ്യക്തിയെ സഹായിച്ചതാണ്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, കന്നിമൂലയാണ്, പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വിഗ്രഹാരാധനയുണ്ട്, എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് വിഗ്രഹാരാധനയുണ്ട്. അതൊന്നും ഒരു കാരണമല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് തിന്മ വരുന്നത്, അതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ നിൻ്റെ അശുദ്ധി, നിൻ്റെ തിന്മ, നിൻ്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ, നിൻ്റെ ആത്മാവിൻ്റെ നഗ്നതയാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രം നീ എന്നോട് വാങ്ങുക. അതായത് നിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും എടുത്തു കളയാൻ നീ എന്നോട് പ്രാർത്ഥിക്കണം, നീ എന്നോട് യാചിക്കണം. നീ അത് മാത്രമേ യാചിക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച നാളെ അത്ഭുതം നടക്കുന്നു. ഈശോ ജോഷം 3:5 പറയുന്നു. നമ്മൾ അത്ഭുതം നടക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാനും ഒക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വിശുദ്ധി നിറയാതെ ബാക്കി ഒന്നും നൽകപ്പെടുകയില്ല. വിശുദ്ധി കൂടാതെ, ഹെബ്രായർ 12:14, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. നിനക്ക് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേൽ നിനക്ക് ശുദ്ധബുദ്ധി ഫലിക്കില്ല. എന്താ റീസൺ? അവൻ തെറ്റ് ചെയ്തല്ലാതെ. ഇത് സംഖ്യ 23:23 ബാലാം പ്രവാചകൻ്റെ അടുത്ത് ബാലാക്ക് രാജാവ് അവരെ ശപിക്കുക. ബാലാം പ്രവാചകൻ പറയണം അവരെ ശപിക്കാൻ സാധിക്കില്ല. ഇസ്രായേൽ തെറ്റ് ചെയ്തല്ലാതെ അവൻ്റെ ജീവിതത്തിലേക്ക് തിന്മ വരുത്താനോ ഒരുവനെ ശപിക്കാനോ ഒരുവന് മന്ത്രവാദം ചെയ്ത് നിങ്ങളെ നശിപ്പിക്കാൻ പോലും സാധിക്കില്ല. മന്ത്രവാദമൊക്കെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ചെയ്താൽ തിരിച്ചു പോവുകയുള്ളൂ. കാരണം തിന്മ നമ്മളിലില്ലെങ്കിൽ തിന്മയ്ക്ക് നമ്മളിൽ കയറാൻ പറ്റുകയില്ല. നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാതെ പിശാച് നമ്മുടെ കുടുംബത്തിലേക്ക് കയറുകയില്ല. എന്തൊക്കെ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കണം. അത് മുഴുവനും ഒരു 20 വയസ്സിൽ നമ്മൾ വീണ്ടും സംഭവിക്കും. ഒരു 40 വയസ്സിൽ അതിൻ്റെ പൂർണ്ണ രൂപം സംഭവിക്കും. വീണ്ടും ഞാൻ നോക്കിയിട്ട് മരിക്കണവരെയും ഈ വ്യക്തിയെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ച് എന്തൊക്കെ തിന്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ അത് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, ആത്മീയതയിൽ വളരാൻ, വലിയ മിസ്റ്റിക് ആവാൻ, വലിയ കൃപ ലഭിക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ ഹൃദയം, പുതിയ ഇന്നിവിടെ നമ്മൾ കർത്താവ് പറയാണ് ശുഭ്ര വസ്ത്രം നീ എന്നോട് വാങ്ങുക. എങ്ങനെ വാങ്ങണം എന്നറിയാമോ? വാങ്ങുക എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. പൈസ കൊടുക്കാതെ, വില കൊടുക്കാതെ ഈ വിശുദ്ധി നമുക്ക് ലഭിക്കില്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വില കൊടുക്കാതെ, കർത്താവ് തന്നെ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതാ വലിയ നിധിയുള്ള പറമ്പ് കണ്ടെത്തും, തനിക്കുള്ള എല്ലാം വിൽക്കുന്നു, എന്നിട്ടാ പറമ്പ് വാങ്ങുന്നു. അതുപോലെ വില കൊടുക്കാതെ ആത്മീയതയിൽ കുറച്ചെങ്കിലും ഒരു ആത്മീയതയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തവും ഉപവാസവും നോയമ്പും ഒന്നും എടുക്കാതെ, അതാണ് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ആത്മീയതയെ, ഈ വിശുദ്ധിയെ സ്വന്തമാക്കുക സാധ്യമല്ല. കാരണം ഡാനിയലച്ചൻ ഞങ്ങൾ താമസിക്കുന്ന ദേശത്ത് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓരോ കുരിശിൻ്റെ വഴി ചൊല്ലി കർത്താവേ എൻ്റെ പാപങ്ങൾ കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി, എൻ്റെ ശുശ്രൂഷ വളരുന്നില്ല. അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് വരെയുള്ള സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ആ വൈദികനോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വൈദികൻ്റെ 2 ചെറിയ പാപങ്ങൾ വീണ്ടും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ വൈദികൻ പറയാണ്, എൻ്റെ അവസാനത്തെ ആ തിന്മയും ഞാൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ശുശ്രൂഷ അങ്ങേയറ്റം വളർന്നു, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയെടുക്കാനാണ് ഈശോ പറയുന്നത്. വിശുദ്ധി ലഭിച്ചാൽ നീ അങ്ങേയറ്റം
അറ്റം സ്വർഗത്തിൽ എത്തുമ്പോഴും നീ ആ സന്തോഷം അനുഭവിക്കും. അതിന് എന്ത് നിൻ്റെ ഉള്ളിൽ തിന്മയുണ്ടോ അതിന് പറ്റിയ സാഹചര്യം അങ്ങ് പിശാചുണ്ടാക്കും. നീ ആ തിന്മയിൽ വീഴണം. അതാണ് 7 അശുദ്ധാത്മാക്കൾ നിന്നിലേക്ക് പ്രവേശിക്കും. നീ ആ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയൊക്കെ, നമ്മൾ വിചാരിച്ചതല്ല കോപിക്കണമെന്ന്, നമ്മൾ വിചാരിച്ചതല്ല കലഹിക്കണം, നമ്മൾ വിചാരിച്ചതല്ല കുറ്റപ്പെടുത്തണമെന്ന് പറയണ്ടായിരുന്നു. എന്താ അങ്ങനെ ആഗ്രഹിക്കാത്ത തിന്മയ്ക്ക് വീഴാൻ കാരണം എന്താണ്? റോമക്കാരുടെ ദിവസം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോയത്. കാരണം എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അത് വിട്ടുപോയിട്ടില്ല. ഇപ്പം നമ്മളൊരു വ്യക്തിക്കെതിരെ വലിയ വായയിൽ അങ്ങോട്ട് സംസാരിച്ചു, എന്നിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയും, നീ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ എന്നോടാണ്, എന്നെയാണ് നീ വേദനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചങ്ക് പൊട്ടുന്ന വേദനയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ കൊടുത്ത് നന്നായി എന്നല്ലേ. മത്തായിയുടെ സുവിശേഷം 25:40 ഇങ്ങനെ പറയുന്നു, ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മദർ തെരേസ ഇത്രയും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണം ആ ചെറിയൊരു ഒരുവന് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും കോപം, കലഹം, ഭിന്നത, അസൂയ, ശത്രുത എല്ലാം, മറ്റുള്ളവർക്കെതിരെ നമ്മൾ ചെയ്യുന്ന കോപം, കലഹം, ഭിന്നത, ബാക്ക് ആൻസർ പറയൽ, ബാഡ് വേർഡ്സ് വിളിക്കൽ, അശുദ്ധി, ദുഷ്ടത എല്ലാം, ഇടർച്ച കൊടുക്കുന്നത് എല്ലാം ആർക്കെതിരെയെന്ന കർത്താവ് പറഞ്ഞ എനിക്കാണ് നീ ചെയ്തത്. അവർ ഈശോയെ കുരിശിൽ തറച്ചെന്നല്ല നമ്മൾ ചിന്തിക്കുന്ന, അല്ല, നിങ്ങളാണ് ചെയ്തത്. അവർ ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ല, നമ്മൾ അശുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയാണ്. അവർ ഈശോയെ അടിച്ചു എന്ന് നമ്മൾ കരുതുന്നത്, അല്ല, നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ്. എഫെസോസ് 4:30 പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി മുദ്രിതമാക്കിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതേ. കാരണം ചെയ്യുന്നത് സകലതും പരിശുദ്ധാത്മാവിനെതിരെയാണ്. അതാണ് നമ്മളുടെ നാശത്തിന് കാരണമാകുന്നത്. അത് നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പിശാചിനെ ആരാധിക്കലാണ്. അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നിട്ട് നമ്മൾ പറയും, ആ വ്യക്തിയെ സഹായിച്ചു ഞാൻ നശിച്ചു, ഈ വ്യക്തിയെ സഹായിച്ചു ഞാൻ നശിച്ചു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ നശിച്ചു. നോ, നെവർ. നശിക്കാൻ കാരണം തിന്മ ചെയ്യുന്നതിന് തിന്മ പ്രതിഫലം ലഭിക്കുന്നു. പഴയ നിയമം മുതലേ പുതിയ നിയമം വരെയും വായിക്കുക, അതിൽ നമുക്ക് മനസ്സിലാവും. ഓരോ ദൈവകോപം എന്നാണ് പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ സത്യം എന്താണെന്ന് ഈശോ പറയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ തിന്മകളാണ് സാത്താൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്ന സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ കൃപകൾ, അനുഗ്രഹങ്ങൾ, മക്കളുടെ അനുഗ്രഹങ്ങൾ, പ്രോസ്പെരിറ്റി സകലതും പിശാചെടുത്തിട്ട് പോകും. നമ്മൾ എന്നിട്ട് പറയും, ആ വ്യക്തി കാരണമാണ് നശിച്ചത്, ഈ വ്യക്തി കാരണമാണ് നശിച്ചത്, കന്നിമൂല കാരണമാണ് നശിച്ചത്, അവിടെ വിഗ്രഹാരാധനയുണ്ട്, ഇവിടെ അതുണ്ട് ഇതുണ്ട്. നോ 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 നോ. നിങ്ങൾ ഇസ്രായേൽ തിന്മ ചെയ്തല്ലാതെ ഇസ്രായേലിന് തിന്മ ഭവിക്കുകയില്ല. യൂദത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ നിമിഷം നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് പശ്ചാത്താപം നൽകണേ, എൻ്റെ പാപം മനസ്സിലാക്കി തരണമേ. ഇന്നു മുതൽ തീരുമാനം എടുക്കുക, വലിയ കഠിനമായ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ അനുതാപം നൽകണമേ, എൻ്റെ ഉള്ളിലുള്ള തിന്മ മനസ്സിലാക്കി തരണമേ, പശ്ചാത്താപം നൽകണമേ, എൻ്റെ തിന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. സുഭാഷിതം 28:13 കർത്താവിൻ്റെ വചനം പറയുന്നു, തിന്മ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ രോഗശാന്തികളൊക്കെ സംഭവിക്കും. കണ്ണടച്ച് ഒന്നും കൂടി ശാന്തമായിട്ടിരുന്ന് കേൾക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഈശോയെ എന്നെ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്, അതിൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതം നടക്കും, രോഗശാന്തികൾ നടക്കും. ഞങ്ങൾ നടത്തുന്ന ഒരു സൂം പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണാം. ആ സൂം പ്രാർത്ഥന നടക്കുന്ന രോഗശാന്തികളുടെ വലിയൊരു സാക്ഷി നമുക്കിപ്പോൾ കാണാം. നിങ്ങൾക്കും ലഭിക്കും, നിങ്ങളും പ്രാർത്ഥിക്കുക. വലിയ വലിയ രോഗങ്ങൾ, ക്യാൻസർ പോലും സുഖപ്പെടും, ശക്തമായ രോഗങ്ങൾ സുഖപ്പെടും. കർത്താവിനൊന്നും അസാധ്യമല്ല, വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. സ്തോത്രം യേശുവേ, നന്ദി യേശുവേ, മാത്രം യേശുവേ ആരാധന. എൻ്റെ പേര് പ്രേമി വിരോണി സെബാസ്റ്റ്യൻ. ഞാൻ കൊച്ചിയിൽ കണ്ണമാലിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇടവക ക്രിസ്തുരാജ ദേവാലയം. ഞാൻ ഈ കൂട്ടായ്മയിൽ കയറുന്നതിന് മുമ്പ് സിസ്റ്റമിക് ഫിബ്രോസിസ് എന്ന ഒരു അസുഖത്തിന് അടിമയായിരുന്നു. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ശ്വാസകോശം ചുരുങ്ങിപ്പോന്നു, തൊലി കട്ടിയാവുന്ന, അസ്ഥികൾക്കെല്ലാം തേയ്മാനം സംഭവിച്ചിരുന്നു. ഈ അവസ്ഥയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞത് 6 മാസമേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇതൊരു ക്യാൻസർ പോലത്തെ ഒരു അസുഖമാണ്. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതോടെ ദൈവത്തെ അറിയുവാനും എൻ്റെ കുറവുകൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതിലൂടെ ഞാൻ പോയി കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗങ്ങൾക്കെല്ലാം ഒരു ശമനം കിട്ടുകയും അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ജീവിതം മുന്നിട്ടുണ്ടോ എന്നെ ദൈവം എനിക്കൊരു ശക്തി തരികയും ചെയ്തു.
കൂടാതെ എനിക്ക് കുറേ ബലഹീനതകളുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും സീരിയലിന് അടിമയായിരുന്നു. കൂടാതെ അങ്ങനെയുള്ള പലവിധ കുറവുകൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുറവുകളെല്ലാം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരുടെയും കുറവുകൾ ക്ഷമിക്കാനും അതനുസരിച്ച് അവരെ സ്നേഹിക്കാനും എനിക്ക് സാധിച്ചു. ഈ അസുഖത്തിൻ്റെ ഭാഗമായി എൻ്റെ നട്ടെല്ലിന് തേയ്മാനം വന്നിട്ട് ഞാൻ ചരിഞ്ഞാണ് നടന്നത്. ഡോക്ടർ പറഞ്ഞത് അതൊരിക്കലും ഇനി ശരിയാകില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഈ കൂട്ടായ്മയിലൂടെ എൻ്റെ ആ നട്ടെല്ലിൻ്റെ തേയ്മാനം മാറി ഞാനിപ്പോൾ നല്ല രീതിയിലാണ് നടക്കുന്നത്. ഈ കൂട്ടായ്മയുടെ പിന്നെ എൻ്റെ ഭവനത്തിലുള്ളവർക്കും കുറേയധികം മാറ്റങ്ങളുണ്ടായി. അവരിലും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ദൈവം ചെയ്തു. അവരും ഈ കൂട്ടായ്മയിലൂടെയൊക്കെ കടന്നു വരാൻ തുടങ്ങി. ഞാൻ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നു. ഈ കൂട്ടായ്മയിൽ വന്നേ പിന്നെ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനി അനുദിനുള്ള കാര്യങ്ങൾ അമ്മ നടത്തി തന്നെ ഞാൻ മറ്റൊരു മുമ്പിൽ ചെന്ന് കൈനീട്ടാതെ നടത്തണമെന്ന് പറഞ്ഞു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനെ കൂടെ ആ വചനം ഞാൻ ഏറ്റുപറയുകയും ചെയ്തു. അതിൽ പിന്നെ അനുദിനമുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ എനിക്ക് ഈ നിമിഷം വരെ ഭംഗിയായി നടത്തി തരുന്നു. ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ യേശുനാമത്തിൽ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ മാത്രം, യേശു ആരാധന.